ഓം ശാന്തി. എൻ്റെ പ്രിയപ്പെട്ട ബാബ, ഗുഡ് മോർണിംഗ്. ഈ അമൃതവേളയുടെ സമയം പ്രഭുമിലനത്തിൻ്റെ സുന്ദരമേളയാണ്. മുഴുവൻ സൃഷ്ടിക്കും പ്രകൃതിക്കും ശ്രേഷ്ഠ വൈബ്രേഷൻസ് നൽകി പാവനമാക്കുവാനുള്ള മുഖ്യ സേവനം ചെയ്യാൻ ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തേജസ്വിയായ ആത്മാവാണ്. ഈ ദേഹത്തിൽ നിന്നും വേറിട്ട ആത്മാവാണ് ഞാൻ. ആത്മാവായ ഞാൻ ഭൃകുടിയാകുന്ന സിംഹാസനത്തിൽ വിരാജിക്കുന്നു. ഞാൻ ശാന്തസ്വരൂപനാണ്. ശാന്തസ്വരൂപനായ എന്നിൽ നിന്നും 4 ഭാഗത്തേക്കും ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പരമപവിത്രമാണ്. എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശം എൻ്റെ ബുദ്ധിയിൽ നിറയുകയാണ്. മുഴുവൻ ശരീരത്തിലേക്ക് നിറയുന്നു. ഈ പ്രകാശം എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളെയും ശീതളമാക്കി മാറ്റുന്നു. എൻ്റെ മുഴുവൻ ശരീരവും പവിത്രതയുടെ കിരണങ്ങളാൽ നിറയുകയാണ്. ഈ പവിത്ര കിരണങ്ങൾ എൻ്റെ ശരീരത്തെ പൂർണ്ണമായും ശുദ്ധമാക്കുന്നു. ആത്മാവായ ഞാൻ വളരെയധികം ശക്തിശാലിയാണ്. ഈശ്വരീയ ശക്തികളാൽ ഞാൻ സമ്പന്നമാണ്. എന്നിൽ നിന്നും ഈശ്വരീയ ശക്തികളുടെ കിരണങ്ങൾ ദൂരെ വരേക്കും വ്യാപിക്കുന്നതായി അനുഭവം ചെയ്യൂ. ഈ കിരണങ്ങളാൽ എനിക്ക് ചുറ്റും ഒരു പവർഫുൾ വായുമണ്ഡലം തയ്യാറായിരിക്കുന്നു. ആത്മാവായ ഞാൻ നിരാകാരനാണ്. ഈ ദേഹമേ ഇല്ല എന്ന അവസ്ഥ ഇപ്പോൾ അനുഭവം ചെയ്യൂ.
ആത്മാവായ ഞാനിപ്പോൾ എൻ്റെ സത്യമായ ധാമത്തിലേക്ക് പറക്കുകയാണ്. എൻ്റെ യഥാർത്ഥമായ ധാമം ശാന്തിധാമമാണ്, പരംധാമമാണ്. ഇവിടെ ശാന്തിയുടെ സാഗരം അലയടിക്കുന്നതായി അനുഭവിക്കൂ. മുകളിൽ നിരാകാരനായ ശിവബാബ അതിസൂക്ഷ്മമായ ഒരു ബിന്ദു. എന്നാൽ ബാബ സർവശക്തിമാനാണ്. ബാബയുടെ അനന്തശക്തികളുടെ കിരണങ്ങൾ ദൂരെ ദൂരെ വരേക്കും വ്യാപിക്കുകയാണ്. ബാബ ജ്ഞാനസൂര്യനാണ്. പുതിയ സൃഷ്ടിയുടെ രചയിതാവാണ്. മുഴുവൻ ലോകത്തിനും വളരെയധികം സുഖം നൽകുന്നവനാണ്. സ്നേഹസാഗരനാണ്. സച്ചിത് ആനന്ദ സ്വരൂപനാണ്. ബാബയുടെ സമ്പൂർണ്ണ ശക്തികളും എന്നിലേക്ക് നിറയുന്നതായി ഭാവന ചെയ്യൂ. ഇവിടെ നിന്നും ഞാൻ ആത്മാ മുഴുവൻ ശക്തികളും നിറച്ച് ദേഹത്തിൽ അവതരിച്ചിരിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളം ചെയ്യുന്നതിന് വേണ്ടി, എല്ലാവരുടെയും ദുഃഖത്തെ ഹരിക്കുന്നതിന് വേണ്ടി, ബാബയോടൊപ്പം ഈ വിശ്വത്തെ പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടി അവതരിച്ചിരിക്കുന്ന അവതാരമാണ് ഞാൻ. ഞാനൊരു മാലാഖയാണ്. മാലാഖയായ ഞാൻ വിശ്വമാകുന്ന ഗ്ലോബിന് മുകളിലായി വിരാജിക്കുന്നു. സർവശക്തിമാനായ ശിവബാബ എൻ്റെ തലയ്ക്ക് മുകളിലായി ഛത്രഛായയായി നിൽക്കുന്നു. ഞാൻ പവിത്രതയുടെ മാലാഖയാണ്.
ഈ മുഴുവൻ പ്രകൃതിയുടെയും അധികാരിയാണ് ഞാൻ. ശിവബാബ പവിത്രതയുടെ മഹാസാഗരമാണ്. ബാബയുടെ പവിത്ര കിരണങ്ങൾ എൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരമാത്മാവിൻ്റെ പവിത്രത എന്നിൽ നിറയുന്നതായി ഭാവന ചെയ്യൂ. ഈ പവിത്ര കിരണങ്ങൾ എന്നിൽ നിന്നും 4 ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വായുമണ്ഡലവും ശുദ്ധമാകുന്നു. മാലാഖയായ ഞാനിപ്പോൾ കൽപ്പവൃക്ഷത്തിൻ്റെ ഫൗണ്ടേഷന് മുകളിൽ നിൽക്കുകയാണ്. ബാബയുടെ പവിത്ര കിരണങ്ങൾ എന്നിൽ നിറച്ച് മുഴുവൻ കൽപ്പവൃക്ഷത്തിനും നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ മുഴുവൻ കൽപ്പവൃക്ഷത്തിൻ്റെയും പൂർവജനാണ്. ഈ മുഴുവൻ സൃഷ്ടിയിലെയും എല്ലാവരുടെയും പാലന ചെയ്യുന്ന പൂർവജനാണ് ഞാൻ. മാലാഖയായ ഞാനിപ്പോൾ ഒരു ഉയർന്ന പർവ്വതത്തിന് മുകളിൽ നിൽക്കുകയാണ്. എന്നിൽ നിന്നും 4 ഭാഗത്തേക്കും പവിത്രതയുടെ വൈബ്രേഷൻ പരന്നുകൊണ്ടിരിക്കുന്നു. ഉയർന്ന പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഈ മുഴുവൻ സൃഷ്ടിക്കും ഞാൻ ദൃഷ്ടി നൽകിക്കൊണ്ട് സങ്കൽപ്പിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സ് ശുദ്ധമാകട്ടെ. മുഴുവൻ ലോകത്തിൻ്റെയും ദുഃഖവും അശാന്തിയും സമാപ്തമാകട്ടെ. എൻ്റെ മസ്തകത്തിലൂടെ പവിത്രതയുടെ പ്രകാശം പരന്നുകൊണ്ടിരിക്കുന്നു. മാലാഖയായ ഞാനിപ്പോൾ എൻ്റെ പ്രാണീശ്വരൻ്റെ അടുത്തേക്ക് പറക്കുകയാണ്. എൻ്റെ ഹൃദയേശ്വരനോട് ആത്മീയ സംഭാഷണം നടത്തുവാൻ ഞാൻ സൂക്ഷ്മലോകത്തിലേക്ക് പറക്കുകയാണ്. മാലാഖയായ ഞാനിപ്പോൾ
സൂക്ഷ്മലോകത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ഫരിസ്തകളുടെ ലോകമാണ്. എന്റെ തൊട്ടു മുമ്പിലായി ബാബ്ദാദ വളരെ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി നൽകിക്കൊണ്ട് നിൽക്കുന്നു. ബാബ്ദാദ തന്റെ ദൃഷ്ടിയിലൂടെ എന്നെ സമ്പന്നമാക്കി മാറ്റുന്നു. ബാബ്ദാദ എന്റെ മസ്തകത്തിൽ തിലകം തൊട്ട് നൽകുന്നു. എനിക്ക് സദ്ഗുരുവിന്റെ രൂപത്തിൽ വരദാനം നൽകാൻ തയ്യാറായി നിൽക്കുന്നു. സർവ ഖജനാവുകളും എനിക്കായി തുറന്നു വച്ചിരിക്കുന്നു. എനിക്ക് സ്മൃതി ഉണർത്തി തരികയാണ്. കുഞ്ഞേ, ഈ അന്തിമ ജന്മത്തിൽ നീ നിന്റെ ജന്മജന്മാന്തരത്തെ ശ്രേഷ്ഠ ഭാഗ്യമുണ്ടാക്കണം. അതിനായുള്ള സമയമാണിത്. കുഞ്ഞേ, എന്നോടൊപ്പം വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ നിനക്കും ഉത്തരവാദിത്വമുണ്ട്. നീ പവിത്രതയുടെ മാലാഖയാണ്. ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന പവിത്രതയുടെ ദേവിയാണ് നീ. നീ സാധാരണ ആത്മാവല്ല. ഈ മുഴുവൻ പ്രകൃതിയെയും പാവനമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്തം നിനക്കാണുള്ളത്. നീ മുഴുവൻ സൃഷ്ടിയുടെയും പൂർവജനാണ്. നിന്റെ ഓരോരോ ശുദ്ധ സങ്കല്പത്തിലൂടെ, ശുഭഭാവനയിലൂടെ എല്ലാവരുടെയും പാലന ചെയ്യണം. കുഞ്ഞേ, നീ കൽപ്പകൽപ്പത്തെ വിജയിയാണ്. ബാബ്ദാദ വളരെ സ്നേഹത്തോടെ എനിക്ക് ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയുടെ കണ്ണുകളിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയുടെ മധുരമായ ദൃഷ്ടി, സ്നേഹം നിറഞ്ഞ ദൃഷ്ടി ഞാൻ ആവോളം അനുഭവിക്കുകയാണ്. എൻ്റെ കണ്ണുകളിലൂടെ മനോഹരമായ ഈ ദൃശ്യം ഞാൻ ആസ്വദിക്കുകയാണ്. ഓം ശാന്തി.